സാർ അടുത്ത എം ആർ അഭിലാഷ് ഇപ്പോൾ ഇംപീച്ച്മെന്റിലേക്ക് പോവുകയാണ് ജോൺ ബ്രിട്ടാസും പ്രതിപക്ഷ സഖ്യവും ഒക്കെ. അത് ഓഫ് കോഴ്സ് ഒരു പൊളിറ്റിക്കൽ മൂവ് കൂടിയാണ്. ഈ പറയുന്ന സാധനങ്ങൾ സജീവ ചർച്ചയിൽ നിർത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം അതിനുണ്ട്. അതിനിപ്പോൾ ഞാൻ രാവിലെ പി ഡി ടി ആചാര്യോടൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ പോസിബിലിറ്റി തുലവും തുച്ഛമാണ് എന്ന് പി ഡി ടി ആചാര്യ പറയുന്നുണ്ട്. അത് അവരുടെ അവരുടെ രാഷ്ട്രീയ അവകാശം അത്തരത്തിൽ മുന്നോട്ട് നീങ്ങാൻ. അത് വിജയിച്ചാലും ഇല്ലെങ്കിലും ഈ പറയുന്ന ചോദ്യങ്ങൾ, ഒറ്റ മണ്ഡലത്തിൽ മാത്രം 1 ലക്ഷത്തിലധികം കള്ളവോട്ട്, ABCDEFGH എന്ന് പറയുന്ന അച്ഛന്മാരുടെ പേരുള്ളവർ, 0 വട്ടപൂജ്യം 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 എന്നിങ്ങനെ ഇങ്ങനെ വിചിത്രമായ വീട്ടുപേരുകൾ, ഒറ്റമുറിൽ 80, 100, 300, 200, 500 ആളുകൾ കൂടുന്നത്, ഇതെങ്ങനെ എന്ന സാമാന്യ വോട്ടർക്ക് ചോദ്യത്തിന്, ആർക്കും ഉണ്ടാകുന്ന കോമൺ സെൻസിൽ ഉണ്ടാകുന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാതെ കമ്മീഷൻ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ തല താഴ്ന്നു പോകുന്നത് ശ്യാംരാജിന്റെ പാർട്ടിക്കാർക്ക് മാത്രമാണോ, അതോ പൗരൻ എന്നുള്ള നിലയ്ക്ക് എന്റെയും അങ്ങയുടെയും തല കൂടിയാണോ ശ്രീ എം ആർ അഭിലാഷ്? ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനവും പ്രതികരണവും തീർത്തും ദൗർഭാഗ്യകരമായ ഒരു സമീപനത്തോടു കൂടിയായിരുന്നു ശ്രീ ഹാഷ്മി. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്തരത്തിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് ചോദിക്കുക, ഇത്തരത്തിലുള്ള പ്രതികരണം ഒരു ഇലക്ഷൻ കമ്മീഷനെ പോലെ ഇത്രയധികം ഭരണഘടനാപരമായിട്ടുള്ള പാവനതയുള്ള ഒരു ബോഡിയിൽ നിന്നോ അതിനെ പ്രിസൈഡ് ചെയ്യുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്നോ പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല. അതിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ജഡ്ജിമാരെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാ കോടതികളിലെ ജഡ്ജിമാർക്ക് അനുവദനീയമായിട്ടുള്ള സെയിം പ്രൊട്ടക്ഷൻ ആണ് ഭരണഘടനയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ ഇവർക്ക് കൊടുക്കുന്നത്. 324(5) പ്രകാരം സുപ്രീം കോടതി ജഡ്ജിമാരെ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്ന തരത്തിൽ മാത്രമേ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പദവിയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയൂ. പക്ഷേ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കേസിന്റെ തീരുമാനത്തിൽ നിഷ്പക്ഷത പാലിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ കേസ് കേൾക്കുന്നതിൽ നിന്ന് അവർക്ക് വിട്ടുനിൽക്കാൻ കഴിയും. വളരെ ശ്ലാഘനീയമായ നടപടിയെ റെക്യൂസൽ എന്നാണ് പറയുന്നത്. പക്ഷെ ഇലക്ഷൻ കമ്മീഷണർമാരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു അവസരവും ഇല്ല. കാരണം സുപ്രീം കോടതിയിലെ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ബെഞ്ച് ഹിയറിംഗ് പോലെ അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോ തങ്ങൾ വിനിയോഗിക്കുന്ന അധികാരം ഏറ്റവും നീതിപൂർണമായിട്ടാണ് വിനിയോഗിക്കപ്പെടുന്നതെന്നും ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്റെ പാവനത നിലനിർത്തുവാനുള്ള പരമമായ ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്നും സ്വയം ബോധ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു മുഖ്യ ഇലക്ഷൻ കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത്. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി സംഭവം മാത്രമല്ല, അതൊരു ഭരണഘടനയുടെ ഒരു ക്രിയേഷനാണ്. 325-ാം വകുപ്പിൽ വളരെ വ്യക്തമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് എന്താണ്, ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിക്കും വോട്ടേഴ്സ് ലിസ്റ്റ് വേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് മാലിന്യപ്പെടുന്നു, അതിനകത്ത് അഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ കടന്നുകൂടുന്നു എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാട്ടി ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ അനുരണനം എന്ന രീതിയിൽ വ്യാപകമായി രാജ്യമെമ്പാടും പ്രതിഷേധവും വളരെ ഗൗരവകരമായിട്ടുള്ള ഇഷ്യൂസും, ഇപ്പൊ തന്നെ 22 ലക്ഷം വോട്ടർമാർ മരണപ്പെട്ട വോട്ടർമാരുമായിട്ട് ശ്രീ രാഹുൽ ഗാന്ധി ചായ കുടിച്ചു എന്നാണ് വായിച്ചറിയാൻ കഴിയുന്നത്. അപ്പൊ ഇതൊക്കെ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ പോലെ ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം നീതിപൂർവകമായ അന്വേഷണം നടത്തി തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക, അത്തരത്തിലൊരു ഓപ്പൺ അഡ്മിഷൻ ഓഫ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിൽ വെല്ലുവിളിക്കുക എന്ന് പറയുമ്പോൾ രാജ്യത്തിനോട് മാപ്പ് പറയുക. മാപ്പ് പറയുക എന്നൊക്കെ പറയുന്നത് ഒരു നോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അതായത് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്ക് റെസ്പോണ്ട് ചെയ്യാൻ ഒരിക്കലും അവർ ശ്രമിച്ചുകൂടാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ്. അതാണ് ഇലക്ഷൻ കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പിന്നെ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത്, ഇംപീച്ച്മെന്റ് എന്നൊരു പദം വ്യാപകമായി മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് റിമൂവ് ചെയ്യുക എന്നുള്ള പദമാണ്. പദവിയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് നിയമപരമായിട്ട് അനുവദനീയമായിട്ടുള്ള ആ പദം. അപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നതിനുള്ള ഗ്രൗണ്ട്സ് അത് മിസ്ബിഹേവിയറും ഇൻകപ്പാസിറ്റിയും ദുർനടപ്പും ശാരീരികവും മാനസികവുമായ ക്ഷമതക്കുറവുമാണ്. ഈ 2 ഗ്രൗണ്ടുകളെ ഉള്ളു. അത് ഒരു പക്ഷേ എന്നല്ല, തീർച്ചയായിട്ടും അത്തരത്തിലൊരു പ്രൊസീജിയർ ഇവരുടെ കാര്യത്തില് പേഴ്സണലായിട്ട് ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ കോണ്ടക്റ്റിൽ അത്തരത്തിലൊരു മിസ്ബിഹേവിയർ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുൻപോട്ട് പോയി അത് വിജയിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഒരു എൻക്വയറി കമ്മിറ്റി ഉണ്ടാകും. എന്ന് മാത്രമല്ല, ഈ ലോക്സഭയിലാണോ രാജ്യസഭയിലാണോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അവിടെ പ്രിസൈഡിംഗ് ഓഫീസറിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ ഉണ്ട് എന്നതിനാൽ പലപ്പോഴും അതൊരു രാഷ്ട്രീയ തീരുമാനമായി മാറാറുണ്ട് എന്നൊരു ആരോപണം നേരിടുന്ന ഒരു അന്വേഷണ പ്രക്രിയയാണ്. പക്ഷേ അദ്ദേഹം അവിടെ റിമൂവ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ വെല്ലുവിളികൾ പത്രസമ്മേളനത്തിലൂടെ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു നടപടിക്ക് വലിയൊരു രാഷ്ട്രീയ ജനാധിപത്യ പ്രസക്തിയുണ്ട്.
ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇംപീച്ച് ചെയ്യപ്പെടുവാനുള്ള നടപടിയുമായി പാർലമെന്റിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് മുൻപോട്ട് പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായ വിഷയമാണ്. നാം മനസ്സിലാക്കേണ്ടത് 2017 സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായിരുന്ന ഭരണഘടനാ ബെഞ്ചിന്റെ മുൻപിൽ ഒരു കേസ് നടക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷന് കണ്ടംപ്റ്റ് അധികാരം വേണം, കോടതി അലക്ഷ്യ അധികാരം വേണമെന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടതാണ്. അന്നൊരു ചെറിയ ചിരിയോടുകൂടി തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ കണ്ടംപ്റ്റ് പവർ അവർ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടംപ്റ്റ് പവർ ഗ്രാന്റ് ചെയ്തിരുന്നെങ്കിൽ വിമർശനത്തിന് അതീതമായിട്ടുള്ള ഒരു ബോഡിയായി അവർ മാറുമായിരുന്നു. ഇവിടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓർക്കാൻ അദ്ദേഹം വിസ്മരിച്ചു പോയ അല്ലെങ്കിൽ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇത്രയധികം അധികാരം വിനിയോഗിക്കുന്ന ഒരു ബോഡി, സുപ്രീം കോടതി ജഡ്ജിക്ക് അനുവദനീയമായിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്ന് മാത്രമല്ല, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും ചാർജ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണ് ഇലക്ഷൻ കമ്മീഷന്റെ. അപ്പൊ ഇത്രയധികം ഇൻഡിപെൻഡൻസ് പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ 325 വകുപ്പ് പ്രകാരം പരിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വോട്ടേഴ്സ് ലിസ്റ്റിനെ സംബന്ധിച്ച് അതിന്റെ സാങ്ക്ടിറ്റിയെ സംബന്ധിച്ച് ഗൗരവകരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയരുന്ന വേളയിൽ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ സ്വയം അധപ്പതിച്ച് ജനങ്ങളുടെ മുൻപിൽ പ്രകടമാക്കപ്പെടുന്ന കൺസേൺസ് അതിന് മറുപടി കൊടുക്കാതെ ഇത്തരത്തിലൊരു രാഷ്ട്രീയക്കാരനെ പോലെ മറുപടി കൊടുക്കുന്നത് തീർത്തും ദൗർഭാഗ്യകരമാണ്. സങ്കടകരമാണ് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അത് വേദനാജനകവുമാണ്. ഞാൻ എത്താം